സി മിസ്റ്റർ മാധവ് സുരേഷ്, ഫസ്റ്റ് ഓഫ് ഓൾ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിനക്ക് ഇത്ര ഹേറ്റ് കിട്ടാനുള്ള രണ്ട് കാരണങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, യുവർ ഡാഡി സുരേഷ് ഗോപി. പുള്ളിക്കാരൻ നല്ലൊരു ആക്ടർ ആയിരുന്നു. പുള്ളിക്കാരൻ നിൽക്കുന്ന പാർട്ടി അല്ലെങ്കിൽ പുള്ളി വർക്ക് ചെയ്യുന്ന പ്രസ്ഥാനം BJP എന്ന് പറയുന്ന സാധനം വർഗീയത പറയുന്ന ഒരു സാധനമാണ്. അത് കേരളത്തിൽ വില പോകത്തില്ല. കേരളത്തിലെ ആൾക്കാരുടെ ഇടയിൽ അത് വില പോകത്തില്ല. അങ്ങേര് കാണിച്ചു വെക്കുന്ന കോപ്രായങ്ങളും കാര്യങ്ങളും, അങ്ങേരെ പ്രസ്ഥാനം അല്ലെങ്കിൽ അങ്ങേര് നിൽക്കുന്ന പാർട്ടി കാണിക്കുന്ന കോപ്രായങ്ങളും കാര്യങ്ങളും അയാളെ ബാധിക്കുന്നത് പോലെ തന്നെ അയാളുടെ ഫാമിലിയായ നിന്നെയും ബാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ, നിന്റെ ഡയലോഗ് അടി, നിന്റെ താളം വിടൽ. നീ ഫസ്റ്റ് സിനിമ ഇറങ്ങുന്ന സമയത്ത് തന്നെ വന്നിട്ടുള്ള നിന്റെ ഡയലോഗ് അടിയും താളം വിടൽ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. നീ മറ്റേ ഫിംഗർ ക്രോസ് ഇട്ട് വന്നിരുന്ന് അടിക്കുന്ന ഡയലോഗും കാര്യങ്ങളൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തത്. പക്ഷേ നിന്റെ ചേട്ടൻ ഗോകുൽ സുരേഷിന്റെ അടുത്ത് ആൾക്കാർക്ക് ഈ ഒരു ഇതല്ല. കാരണം പുള്ളി അനാവശ്യമായിട്ട് വന്ന് ഇങ്ങനെ ഡയലോഗ് അടിക്കാനോ മെസ്സ് അടിക്കാനോ ഇങ്ങനെ വന്ന് ഓരോ കോപ്രായം കാണിക്കാനോ ഗോകുൽ സുരേഷ് നിൽക്കാറില്ല. നീ അങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്ന മുമ്പേ വന്ന് നിന്നത് കൊണ്ടാണ് നിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തത്. നിന്റെ സിനിമ ഇഷ്ടപ്പെടാത്തതല്ല. ഇനി വേറെ ഒന്നിനാണ് പറഞ്ഞുതരാം. യുവർ ഡാഡി സുരേഷ് ഗോപി വാസ് എ ഗുഡ് ആക്ടർ. പുള്ളിക്കാരൻ നല്ലൊരു സിനിമ നടനായിരുന്നു. പുള്ളിക്കാരൻ സിനിമ വിട്ടിട്ട് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയ സമയത്ത് എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഇയാൾക്ക് സിനിമ തന്നെ അഭിനയിച്ചാൽ പോലെ എന്തിന് ഈ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയുള്ള ഹേറ്റ് വാങ്ങിച്ചിരിക്കാൻ പോകുന്നു? നീ ഇറങ്ങിയ സമയത്ത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ വേറൊരു ഡയലോഗാണ്, നീ മുമ്പ് എന്ത് ചെയ്തോണ്ടെന്ന് അത് തന്നെ ചെയ്തോണ്ടെന്ന പോലെ എന്തിന് ഈ സിനിമയിലോട്ട് വന്നു, എന്തിന് സിനിമയിൽ അഭിനയിക്കാൻ നീ വരുന്നു? നിന്റെ അച്ഛൻ അഭിനയിക്കാനുള്ള കഴിവുണ്ട്, നിനക്ക് ആ കഴിവില്ല. അതുകൊണ്ടാണ് നിന്റെ സിനിമ അട്ടക ഫ്ലോപ്പ് ആവുന്നത്. അല്ലാതെ ആരും വന്ന് നെഗ് ഇട്ടുണ്ടോ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞുകൊണ്ടോ അല്ല. അത് നീ മനസ്സിലാക്കുക. ഒരു വലിയ ജനക്കൂട്ടത്തെ ഫോക്കസ് ചെയ്താണ് ഒരു സിനിമ എന്ന് പറയുന്ന സാധനം ഇറക്കുന്നത്. അപ്പോൾ അത് നല്ലതാണെന്നുണ്ടെങ്കിൽ മാത്രമേ, അതൊരു ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ മാത്രമേ ആ സിനിമയ്ക്ക് കളക്ഷൻ ഉണ്ടാവും. അത് കുറേ നാൾ ഒരുപാട് ആൾക്കാർ കാണാൻ വേണ്ടി തിയേറ്ററിൽ അത് നിൽക്കത്തുള്ളൂ. എന്നാലേ അതിന് വിജയം കിട്ടത്തുള്ളൂ. ചിലവാക്കിയ പൈസ തിരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഈ റിവ്യൂ തരുന്ന ആൾക്കാരുടെ കമന്റ് ബോക്സ് പോയി നോക്കുക. ഓഡിയൻസ് ആണ് അതിനകത്ത് പറയുന്നത് സിനിമ കൊള്ളത്തില്ല, ഊളപ്പടം. എന്തിന് നീ വരുന്ന റീലിൽ വരാം, നീ ഏതെങ്കിലും ഒരു റീലിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ വരെ പറയുന്നുണ്ട് നിനക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. അപ്പോൾ നിന്റെ സിനിമ ഫ്ലോപ്പ് ആവുന്നതിന്റെ കാരണം ആൾക്കാർ നെഗറ്റീവ് റിവ്യൂ പറയുന്നതുകൊണ്ടല്ല, നിനക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നീ അത് അക്സെപ്റ്റ് ചെയ്യുക. യു ആർ നോട്ട് സ്റ്റിൽ എ ഗുഡ് ആക്ടർ. ആ ലെവലിലോട്ട് നീ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നിന്റെ സിനിമ ഫ്ലോപ്പ് ആവുന്നത്. ബട്ട് നീയും ആ പ്രൊഡ്യൂസർ അവിടെ നിന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറെ എഫോർട്ട് ഇട്ട് പൈസ ചിലവാക്കി ഇറക്കിയ പടമാണ്, അതുകൊണ്ട് നെഗ് പറഞ്ഞത് കൊണ്ടാണ് ഫ്ലോപ്പ് ആയത്, എല്ലാവരും വന്നത് കാണേണ്ടതാണ്, നിങ്ങളുടെ ബാധ്യതയാണ് എന്നൊക്കെ പറയുന്നത് അത് ടോട്ടൽ ബുൾഷിറ്റ് ആണ്. ഏതൊരു സിനിമ ആയാലും അതിന്റെ പിന്നിൽ ഒരുപാട് എഫോർട്ട് ഉണ്ട്, ഒരുപാട് പൈസ ചിലവുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് എടുത്ത് തന്നെയാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കുന്നത്. ബട്ട് ആ സിനിമ കൊള്ളാം എന്നുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ കാണത്തുള്ളൂ. കൊള്ളാം എന്നുണ്ടെങ്കിൽ മാത്രമേ അത് കളക്ഷൻ നേടത്തുള്ളൂ, നിങ്ങൾ ചിലവാക്കിയ പൈസ കിട്ടത്തുള്ളൂ. കൊള്ളാത്തൊരു സിനിമ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമ എങ്ങനെ അവർ വന്നിട്ട് നിങ്ങൾ പോയി ആ സിനിമ കാണാ, നീ പോയി കാണാ, സിനിമ കണ്ട ഒരാൾ വന്നിട്ട് വേറെ ഒരാളെ ഇങ്ങനെ പറയും നീ പോയി കാണാൻ കിട്ടില്ല പടമാണ്, കൊള്ളാത്തൊരു പടത്തിനെ കുറിച്ച് ആരെങ്കിലും അങ്ങനെ പറയും?